നമ്മുടെ ഇന്നത്തെ ഡിഷിനെ പറ്റി പറയാം. എറണാകുളം സ്റ്റൈൽ സ്പെഷ്യൽ പ്രിപ്പറേഷനാണ് അഞ്ജു ചേച്ചി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഇതിൻ്റെ ശരിക്കുള്ള പേരെന്താ? ചെമ്മീൻ മുളകിട്ടത്. ചെമ്മീൻ മുളകിട്ടത്. അപ്പോൾ നല്ല ടേസ്റ്റി ഡിഷാണ്, കുറച്ച് സ്പൈസിയാണ്. ചാലേന്ന് വെയിൽ കൊണ്ട് ക്ഷീണിച്ച് വിയർത്ത് മേക്കപ്പ് ഒക്കെ പോയാണ് ഞാനിവിടെ എത്തിയത്. അത് അപ്പോൾ ആ വന്ന ബ്രേക്കിൽ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ ചേച്ചി കപ്പ ബിരിയാണി വെച്ചേക്കുന്നു. അപ്പോൾ അത് അടിച്ച് മാക്സിമം ഫില്ല് ചെയ്തിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ തൽക്കാലം പിടിച്ചു നിൽക്കാനായി ഇനി ഊണ് കഴിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചെമ്മീൻ മുളകിട്ടതും പിന്നെ എന്താ ഒരു ഡിഷ് കൂടെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞാൽ ഇടിച്ചക്കത്തോരൻ. അപ്പോൾ രണ്ട് തനി നാടൻ ഡിഷുകളാണ്, അതും കേരളത്തിൽ മാത്രം കിട്ടുന്ന രണ്ട് തനി നാടൻ ഡിഷുകളാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. ചെമ്മീൻ ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്യും. അതിൻ്റെ വാലും അതിൻ്റെ തലയൊക്കെ നുള്ളി കളഞ്ഞ് അതിൻ്റെ അടിയിലത്തെ കാലൊക്കെ ഉണ്ട്, അതൊക്കെ നുള്ളി നല്ല നീറ്റാക്കി വെച്ചിരിക്കുകയാണ്. ഇത്തിരി ഉപ്പ് തളിച്ചിട്ട് അതിങ്ങനെ പിഴിഞ്ഞ് വെക്കും. അത് പിഴിഞ്ഞ് വെച്ചതാണ്. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ സൈഡായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്ലീൻ ചെയ്യും. ഇപ്പോൾ സാധാരണ നമ്മൾ ഈ ഉണക്ക ചെമ്മീനൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് അതിനകത്ത് മണലുണ്ടാവും. അതെങ്ങനെ കളയും? അത് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് വേറെ പാത്രത്തിനകത്തേക്ക് ഇത് പിഴിഞ്ഞ് മാറ്റി 2-3 തവണ ആക്കുമ്പോൾ അതിൻ്റെ അടിയിൽ ഊറി നിൽക്കും. അപ്പൊ പാത്രം നമ്മൾ ചേഞ്ച് ചെയ്ത് വീണ്ടും അത് കഴുകി മാറ്റി 2-3 തവണ മണ്ണൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് പൊക്കും, അടിയിൽ പൊക്കും. കറക്കി ഇങ്ങനെ റൗണ്ടിൽ കറക്കി എടുത്തിട്ട് അതിങ്ങനെ മാറ്റി വേറെ പാത്രത്തിനകത്ത് അങ്ങനെ എടുത്തു. ഇതുപോലെ തന്നെ നേരത്തെ ഒരു ഉണക്ക കൊഞ്ചിന്റെ പ്രിപ്പറേഷൻ നമ്മൾ ചെയ്തിരുന്നു. അത് ചെട്ടികുളങ്ങര അമ്പലത്തിൽ ഭരണിയുടെ അന്ന് എല്ലാ വീടുകളും ആ ഏരിയ ഓണാട്ടുകരക്കാർ മുഴുവൻ അന്ന് ഈ കൊഞ്ചുമാങ്ങയും വെക്കും. ആ കൊഞ്ചുമാങ്ങയും വെച്ച് കഴിഞ്ഞാൽ എത്ര തീയിട്ട് കഴിഞ്ഞാലും അത് അന്നത്തെ ദിവസം കരിയില്ല, കരിഞ്ഞ് അടിയിൽ പിടിക്കില്ലെന്നാണ് അവരുടെ വിശ്വാസം. എന്ന് വെച്ചാൽ ആ ദേവിയുടെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് അന്നുണ്ടാക്കുന്ന കൊഞ്ചുമാങ്ങയും അടിയിൽ പിടിക്കില്ലെന്നാണ്. അതിന് ഒരു കഥയൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഇതിനകത്ത് എന്തെങ്കിലും കഥ ഉണ്ടോ ചേച്ചി? കഥയൊന്നുമില്ല. ഇത് വേണമെങ്കിൽ ഇത് ഉണ്ടാക്കി കഴിച്ചിട്ട് ചെറിയ കഥകളൊക്കെ പറയാം അല്ലേ? ഞങ്ങളുടെ വീട്ടില് നോർമലി അമ്മമാരൊക്കെ കൂടുമ്പോ കള്ളു കുടിക്കും. അപ്പൊ അവര് ആ സമയത്തുള്ള ടച്ചബിൾസ് ആണ് ഇത്. ശരി. ഇതിനകത്ത് ചെറിയ ഉള്ളിയാണ് അല്ലേ? ചെറിയ ഉള്ളിയാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. കാരണം ചെറിയ ഉള്ളി ഇതിന്റെ അതേ അളവിൽ ചെറിയ ഉള്ളി എടുക്കണം. ഇതിനകത്ത് ഏറ്റവും സ്പെഷ്യൽ എന്ന് പറഞ്ഞാല് മുളക് ഇടിച്ച മുളകാണ് ഇടുന്നത്, പൊടിയല്ല. പിന്നെ തേങ്ങ ചെറുകിയത് ഇടുന്നത് ചമ്മന്തിക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത് എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഇതിന്റെ തലയും വാലും അടിയിലത്തെ പാർട്സ് ഒക്കെ വെച്ചിട്ട് കുറച്ച് നല്ല ചെമ്മീനും കൂടി ഇട്ടിട്ട് അത് വറുത്ത് ഉള്ളിയും വറുത്ത് സ്പെഷ്യലായിട്ട് മാറ്റി അത് ക്ലീൻ ചെയ്ത് അതിന്റെ കൂടെ ഇത് പൊടിച്ച് ചേർത്തിട്ട് തേങ്ങയും കൂടി ചേർത്തായിരിക്കും ചമ്മന്തിയാവും. അത് ശരി. അപ്പൊ രണ്ട് ടൈപ്പ് ഒരേ സമയം ഇതിന്റെ ബാലൻസ് കൊണ്ട് അതും ചെയ്യാം. അപ്പൊ ശരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത് ചേച്ചിയുടെ മാമന്മാരുടെ ഏറ്റവും പ്രിയപ്പെട്ട കൊഞ്ചിന്റെ റെസിപ്പിയാണ് അല്ലേ? ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്ന സാധനങ്ങൾ ഉണക്ക ചെമ്മീൻ, ഇതെടുക്കുന്ന അതേ അളവിൽ തന്നെ ചെറിയ ഉള്ളി ചതച്ചെടുക്കണം. ചെറിയ ഉള്ളി ഇവിടെ ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ മുളക് ഇടിച്ചെടുക്കണം. അത് വറുക്കണ്ട, വെയിലത്ത് വെച്ച് വെറുതെ കുറച്ച് മുളക് ഉണക്കിയിട്ട് ഒന്ന് ഇടിച്ചെടുത്താൽ മതി. നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, എല്ലാവരും നമ്മൾ ചെയ്യുന്ന വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടാണ് ഫസ്റ്റ് വറുക്കുന്നത്. അപ്പൊ നമുക്ക് ആ വെളിച്ചെണ്ണ ഉപയോഗം കുറച്ച് കുറയ്ക്കാൻ വേണ്ടി ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് വെറുതെ അങ്ങിട്ടൊന്ന് ചെറുതായിട്ട് വറുത്ത്. ഇത് ചെയ്യാനും വറുത്തെടുക്കണം അല്ലേ? വറുത്തെടുത്തില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ചൂയിങ് ഭയങ്കര സോഫ്റ്റ് ആയി പോകും. പിന്നെ ശരിക്കും അങ്ങ് ക്രിസ്പി ആവില്ല. ആദ്യം ഫസ്റ്റ് വരുമ്പോൾ ഒരു വൈറ്റിഷ് ആയിട്ട് അങ്ങ് വരും. ഇതിൻ്റെ ഈ മീറ്റ് മാത്രമല്ല, ഇതിന്റെ പരിപ്പ് എന്ന് പറയുന്നത് ചെമ്മീൻ പരിപ്പ് എന്ന് അതിനെ പറയുന്നത്. ഈ സാധനത്തിന് ചെമ്മീൻ പരിപ്പ് എന്നാ പറയുന്നത്. അപ്പൊ ഇപ്പൊ ചേച്ചി നുള്ളി ക്ലീൻ ചെയ്ത ഈ ചെമ്മീന്റെ പരിപ്പെന്നാ പറയുന്നത്. അപ്പൊ ചേച്ചിക്ക് ചെമ്മീന്റെ പരിപ്പെടുത്ത് വെച്ചേക്കാണ്. അതിന്റെ തലയും വാലും കാലും ഒക്കെ നുള്ളിക്കളഞ്ഞ് ചെമ്മീന്റെ പരിപ്പെടുത്ത് വെച്ചേക്കാണ്. അപ്പൊ ഈ ചെമ്മീന്റെ പരിപ്പ് നന്നായിട്ട് വറുത്തെടുക്കണം. സാധാരണ എണ്ണ ഉപയോഗിച്ച് വറുക്കാറുണ്ട്, പക്ഷെ ഇവിടെ എണ്ണയൊന്നും ഉപയോഗിച്ചിട്ടില്ല. തലയും വാലും ഒക്കെ നുള്ളിക്കളഞ്ഞ് ചെമ്മീൻ്റെ പരിപ്പെടുത്ത് ചട്ടിയിലിട്ട് വറുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി വരും. ഇനി ഒരു ഇത് വറുത്ത് വരുമ്പോഴത്തേക്ക് ഏകദേശം വൈറ്റ് കളറായിരിക്കും അല്ലേ? അതിൻ്റെ പുറം ആയിക്കൊണ്ടിരിക്കുക. ഓക്കെ, അതിൻ്റെ കളറ് പതിയെ മാറി വൈറ്റ് കളറായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചെറിയ കൊഞ്ചിലാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് അല്ലേ? അതെ, വലിയ കൊഞ്ചാണിത്. ഏകദേശം ഇതിലും പൊടി ചെമ്മീൻ എന്ന് പറഞ്ഞാൽ ഇതിലും പൊടി പൂപ്പാന്ന് പറയുന്നത്. അത് ജസ്റ്റ് കഴുകി എടുത്താൽ മതി, അതിന്റെ ക്ലീൻ ചെയ്യാനൊന്നുമില്ല. അത് ഇതുപോലെ തന്നെ, പക്ഷെ അത് ഒരുപാട് ക്വാണ്ടിറ്റി വേണം. ഉള്ളി കുറവ് മതി. അത് നന്നായിട്ട് ഉള്ളി ഇട്ട് വഴറ്റി നന്നായിട്ട് ഇതുപോലെ തന്നെ ചെയ്യണം. ഡ്രൈനെസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ചെമ്മീൻ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഇത്തിരി
എണ്ണ നമ്മളിങ്ങനെ ഒഴിക്കും. അപ്പോൾ ആദ്യം എണ്ണ ഒഴിക്കുന്നില്ല, ആദ്യം വെറുതെ നമ്മൾ ആ ഉപ്പിട്ട് പിഴിഞ്ഞു വെച്ചേക്കുന്ന ചെമ്മീൻ നേരെ ചട്ടിയിലേക്ക് ഇട്ടു. അത് ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിലെ ഈർപ്പമൊക്കെ പോയി, അത് ചെറിയ വൈറ്റ് കളറായി മാറി. അതിനുശേഷം അതൊന്ന് വകഞ്ഞു വെച്ച് ആ ചട്ടിയുടെ 4 ഭാഗത്തേക്ക് ഒന്ന് മാറ്റി വെച്ചിട്ട് അതിനുള്ളിലൊരു 2-2.5 സ്പൂൺ എണ്ണ ഒഴിച്ച് ഇപ്പോൾ ആ എണ്ണയിൽ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. സ്മെല്ലില്ലേ കലേഷ്? പിന്നെ ആൾക്കാരൊക്കെ ഇപ്പം കളിയാക്കാൻ തുടങ്ങി, സ്മെല്ലില്ലേ കലേഷ് എന്ന് ചോദിച്ചിട്ട്. അതല്ല, ഇതിനൊരു പ്രത്യേക മണം ഉണ്ട്. വെളിച്ചെണ്ണ തന്നെ ചെയ്യണം, കാരണം ഓയിലൊക്കെ ചെയ്ത് അതിന് ആ ഒരു ഫ്ലേവർ കിട്ടത്തില്ല. നല്ലൊരു കളർ വ്യത്യാസം വന്ന് മൂത്ത് വന്നിരിക്കാൻ, ചെമ്മീൻ നന്നായിട്ട് മൂത്തു. ഇനി ഈ ചട്ടിയിൽ നിന്ന് നമ്മൾ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇത് വറുത്തെടുത്ത ചട്ടിയിൽ തന്നെയാണ് അടുത്ത പ്രിപ്പറേഷൻ തുടങ്ങുന്നത്. ഈ ചട്ടിയിൽ നമ്മൾ ചെമ്മീൻ എടുത്തു. ഇനി എന്ത് ചെയ്യുന്നത്, തീ കുറച്ചിട്ട് ചുറ്റും ഈ ചട്ടിയിൽ നിന്ന് നമ്മൾ വറുത്തതിൻ്റെ മൊത്തം പാർട്ടിക്കിൾസ് പറ്റിയിരിക്കുകയായിരിക്കും. അപ്പം നമ്മൾ അതിന് മുകളിൽ കൂടി ഇങ്ങനെ ചുറ്റി മാറ്റി അതൊരു 1/4 ഭാഗമേ വറവായിട്ടുള്ളൂ. അതിനുശേഷം എണ്ണ ഒഴിച്ച് അതേ പാത്രത്തിലേക്ക് തന്നെ എണ്ണ ഒഴിച്ച് ഉള്ളി വഴറ്റി, ഉള്ളി പെട്ടെന്ന് വഴണ്ടി വരാനായിട്ട് ഒരല്പം ഉപ്പൂടി ഇട്ട് കൊടുത്തു. അതിനുശേഷം ഒരു പകുതി ഭാഗം വഴണ്ടി വന്നപ്പോഴേക്കും അതിനകത്തേക്ക് കറിവേപ്പിലയും ചേർത്തു. കറിവേപ്പില ചേർക്കുന്ന ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ചധികം കറിവേപ്പില ഇതിനകത്ത് ചേർക്കണം. ഇപ്പോൾ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വഴണ്ടി വരാനായിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് എടുക്കും. അപ്പോൾ ഇത് വഴറ്റി കാത്തിരിക്കാം. ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ചെറിയ ഉള്ളി ചതച്ചാണ് ഇട്ടത്, അപ്പോൾ അരിയുന്നതിനേക്കാളും കൂടുതൽ സമയം വഴറ്റിയെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് വഴണ്ടി വന്നു കഴിഞ്ഞു. ഇനി ഇതിനകത്തേക്ക് നമ്മുടെ മുളക് ഇടിച്ച് ാണ് ഉണക്കച്ചെമ്മീൻ ഇടുന്നത്. ഉണക്കച്ചെമ്മീൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ സിമ്മിൽ വെച്ചിട്ട് വേണം വേവിക്കാനുള്ളത്. അപ്പോൾ ആ വേവിക്കുന്നതിന് ഒരു പ്രത്യേക ഇതുണ്ട്. ഈ ഉണക്കച്ചെമ്മീൻ ആദ്യം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം ഈ ചട്ടിയിലേക്ക് ഇങ്ങനെ തട്ടിപ്പൊത്തി വയ്ക്കും. അപ്പോൾ അതിൻ്റെ അടിഭാഗം നന്നായിട്ട് വെന്ത് വരുമ്പോഴത്തേക്കും മൊത്തത്തിൽ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുകയും ചെയ്യും. എന്നിട്ട് അത് തണുത്തതിന് ശേഷമാണ് കഴിക്കാൻ ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. അത് ഈ കലത്തിൽ വേവില്ല ഇപ്പോൾ തന്നെ. കാരണം ഇതിൻ്റെ ഈ മണം കേട്ട് ഇത്രയും നേരം സഹിച്ചു നിന്ന പാട് എനിക്കും അറിയാം, ദൈവത്തിനും അറിയാം. അന്യായ ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല.